എന്താളിയാ 10,000 എപ്പോ? എന്തിനാണ് സാറേ അത് കൊടുക്കണ്ടായിരുന്നല്ലോ? അത് അങ്ങനെ പറഞ്ഞോ? നിന്റെ ഭാര്യ എടുത്ത് പറ, ഇനി വന്ന് ചോദിച്ചാ കൊടുക്കല്ലെന്ന് പറ. ആ ഓ ഞാനുണ്ട് ഇവിടെ. ഇല്ലളിയാ, ഞാൻ ഇറങ്ങണില്ല. ശരി. മനുഷ്യനെ ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കൂല. തങ്കം, തങ്കം, ഇങ്ങോട്ട് വന്നേ. ഞാൻ നിന്നെ ഇങ്ങോട്ടാ വിളിച്ച, ഇങ്ങോട്ട് വരാൻ. എന്തുവാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ? നീ അൻസാറിന്റെ ഭാര്യയുടെ 10,000 രൂപ കടം മേടിച്ചോ? എന്തിന്? എനിക്ക് ആവശ്യങ്ങളുണ്ട്. എനിക്കെന്ത്? തങ്കം, ഞാൻ പുറത്തിറങ്ങി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അത് 15 വർഷം മുമ്പ്. നിങ്ങൾ വിളിച്ച കാര്യം പറ. നിന്റെ തമാശ കളിക്കരുത്. എന്റെ ക്ലീറ്റോ പൈസ മേടിച്ചു. എനിക്ക് ചെലവുകളുണ്ട്, എന്റെ കാര്യങ്ങളുണ്ട്. അത് തിരിച്ചു കൊടുക്കണ്ടല്ലോ. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു കൊടുക്കണ്ടേ? നീ പിന്നെ ഇപ്പൊ മേടിച്ച പൈസയൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോവാണോ? തങ്കം, ഇത് വലിയ അപകടമാണ്. ഈ കടം തന്നവരൊക്കെ കൂടെ വീട്ടിന് മുമ്പ് ഒന്ന് നിൽക്കും. അത് ക്ലീറ്റോ അറിയണ്ട. അത് ഞാൻ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം, ഉച്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എന്ത്? നമുക്കൊന്ന് പുറത്തു പോകണം. അല്ല, നീ തൊഴിലുറപ്പിന് പോകണില്ലേ? അത് ഞാൻ നിർത്തിയല്ലോ. നിർത്തിയോ? പിന്നെ എന്ത് കാര്യം? പിന്നെ ആരെ കൊണ്ട് പറ്റി മുട്ടം വെയിലും കൊണ്ടുള്ള കളറും കളഞ്ഞ് അത് നിർത്തി. പിന്നെ വേറൊരു കാര്യം, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ഉച്ച കഴിഞ്ഞ് എനിക്ക് വേറെ കുറെ പരിപാടിയുണ്ട്. എൻ്റെ കൂടെ വരണം. എനിക്കൊന്ന് പുറത്തു പോകണം. എന്തിന്? ചെറിയ ഔട്ടിങ് കൊണ്ട് വിളിട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇന്ന് പാർലറിൽ പോകണം. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മുടെ ഇത് തൊഴിലുറപ്പ് ഞാൻ നിർത്തി. പക്ഷെ ഈ സ്ത്രീകളെയൊക്കെ ഒത്തുചേർത്തിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയാലോ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. എന്തിനാണാവോ? പിന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ എവിടെ പോയി പറയും? നിങ്ങൾക്ക് എന്ത് പ്രശ്നം? നിങ്ങൾ തോന്നിയാലും ഇപ്പം നടക്കല്ലേ? എന്നാ ശരി, പ്രശ്നങ്ങളില്ല, അത് പോട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 രസീത് കൂറ്റി അങ്ങ് അടിച്ചു വെച്ചേക്കാം. ആ പേരും പറഞ്ഞിട്ട് ആ കാര്യം സാധിച്ചാൽ ഈ കാര്യം സാധിച്ചാലെന്ന് പറഞ്ഞാൽ നല്ല കാശുണ്ടാക്കാമല്ലോ. അതിപ്പോൾ ഞാനെടുത്ത് ആരറിയാനാ? അത് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട വിഷയം തന്നെ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങാം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. പേടിക്കേണ്ട, മുഖം വലിക്കേണ്ട, കാശ് എൻ്റെ കയ്യിലുണ്ട്. അതൊന്ന് ആളായിട്ടൊന്ന് കൂടെ നിന്ന് തന്നാൽ മതി. കുറച്ച് സാധനങ്ങൾ മേടിച്ച് ആ വഴി പാർലറിൽ പോയിട്ട് എനിക്കൊന്ന് ഫേഷ്യലൊക്കെ ചെയ്യണം. അതും കഴിഞ്ഞ് ഞാൻ അവിടുന്ന് നേരെ ഞാൻ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവും. ക്ലീറ്റ് അങ്ങോട്ട് തിരിച്ചു വരും. കേട്ടല്ലോ? എന്ത് ഭാവിച്ചിട്ടാണാവോ? അളിയാ, അളിയോ, ഒന്നിങ്ങോട്ട് വന്നളിയാ. അളിയ ഇരിക്കലേ. ചായ കുടിച്ചേ? അളിയാ, ചായ കുടിച്ച് അങ്ങോട്ട് ഇറങ്ങണ്ടേ? മനസ്സമാധാനം ഇല്ലാതെ എന്ത് കുടിച്ചിട്ട് എന്ത് കാര്യം? ഇത് ഭയങ്കര അപകടമാണ് ഈ പോക്ക്. അൻസാർ ഇപ്പോൾ വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ. അവൻ്റെ ഭാര്യയിൽ നിന്ന് 10,000 രൂപ കടം മേടിച്ചേക്കുന്നു. അതിന് മുമ്പ് വന്ന് 2 കോളും അതുപോലെ ബാവുക്കുട്ടനും നടരാജനും ഇവർ 2 പേരുടെ ഭാര്യമാരിൽ നിന്നും പൈസ കടം മേടിച്ചേക്കുന്നു. എടാ, ഞാൻ മേടിച്ചെങ്കിൽ ഞാൻ നിന്നോടൊന്ന് പരാതി പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ നീ ആരാ കാര്യം പറയണം? നീ എന്താണെന്ന് വെച്ചാൽ പറ, തുറന്ന് പറയാം, നല്ല മനസ്സിലാവുള്ളൂ. നിന്റെ പെങ്ങള് തങ്കം. എനിക്ക് പരിചയമുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് കടം ചോദിക്കാനായിട്ട്. എന്തൊരു നാണക്കേടാണിത്. ഒരു മര്യാദ വേണ്ട കളിയാ. ഇവക്ക് എന്താ പറ്റിയത് അറിഞ്ഞോ? ഇന്നലെ പാർട്ടി ഫണ്ടിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ കൊണ്ട് വീട്ടിൽ വെച്ചിരുന്നു, ഒരു 50,000 രൂപ. അതിൽ നിന്ന് പൈസ എടുത്ത് ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു വള വാങ്ങിച്ചിട്ടങ്ങനെ കയ്യിൽ. അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അതിൽ നിന്ന് എടുത്തങ്ങ് ചിലവാക്കിയെന്ന്. ഒരു ഇത് വേണ്ട കളിയാ. മറ്റേ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ അവരെന്നെ വിളിച്ചിട്ട് പറയാണ്, ക്ലീറ്റസ് ഇവിടെ പണിക്ക് വന്നുകൊണ്ടിരുന്ന അവളിപ്പോൾ എന്ത് വരാത്തത്?
ചോദിച്ചപ്പോൾ പറയല്ലേ വെയിലുണ്ടാ കറുത്തു പോകുന്നു. അവൾ പറയണേ ഇവിടെ നല്ല ചുറുചുറുക്കോടെ വന്നുകൊണ്ടിരുന്നതാണ്, അവളാണ് ഞങ്ങളെയൊക്കെ നയിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവളെ കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ ഇവക്ക് എന്താ വെച്ചാൽ പൈസ ഇങ്ങനെ കയ്യിൽ വരണു, ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിക്കുക, അങ്ങ് ചിലവാക്കുക, ഒരു കാര്യം നോക്കണ്ട. ഓരോ പെണ്ണുങ്ങൾ എന്ത് അന്തസ്സായിട്ടാണ് കുടുംബം നോക്കണത്. ഇവക്ക് അങ്ങനെ ഒരു വിചാരമില്ല, ദൂർത്തടിച്ചങ്ങ് നടക്കുകയാണ്. എന്താ കുറേ ചെടിച്ചട്ടിതോ അവിടെ കൊണ്ട് വാങ്ങിച്ചോണ്ട് വെച്ചേക്കുന്നത്, ഒരു കാര്യമില്ല. പിന്നെ സാരി, പിന്നെ കൊച്ചിന് ഉടുപ്പ്, ചെരുപ്പ്, ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? എങ്ങനെ മനുഷ്യൻ ഒരു ദിവസം എങ്ങനെ ജീവിച്ചു പോകാന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് ഒരു നാണമാനം ഇല്ലാതെ എങ്ങനെ കടവ് വാങ്ങിച്ച് ചിലവഴിച്ച് ദൂർത്തടിച്ച്. ശേ, എങ്ങനെയാളിയാ, എങ്ങനെ? നീ പറ, എൻ്റെ വായിൽ എന്താ നാക്കില്ലേ? ഞാനെന്ത് പറയാനാളിയാ, നമ്മൾ ഉള്ള കാര്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. 2 ദിവസം മുമ്പ് ഞാൻ അവളെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എനിക്ക് ധാരാളം പൈസയ്ക്ക് തരാൻ പറഞ്ഞു. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് ശേഷം അവൾ ഈ പടി ഒട്ടിട്ടില്ല. പിന്നെ അവളെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, നമ്മൾ ഓരോന്നും കണ്ടും കേട്ടുമല്ലേ ജീവിക്കുന്നത്. നമ്മളെ കൂടെ നിൽക്കുന്ന ആളെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. 10-15 കൊല്ലം കൊണ്ട് നിന്നിടല്ലേ ജീവിക്കുന്നത്. ഈ പണ്ടാര പറഞ്ഞ മുല്ലപ്പൂമ്പഴേറ്റ് കിടക്കും കല്ലിനുണ്ടാ തോരപ്പിയൊന്നും. ഈ പഴഞ്ചൊല്ല് എനിക്കും അറിയാം കേട്ടോ. പഴഞ്ചൊല്ല് പറയണം എൻ്റെ അടുത്ത്. അഭിപ്രായം ചോദിക്കാൻ വന്നാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ.